ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പ്രാർത്ഥന. കരുണാസമ്പന്നമായ ഞങ്ങളുടെ ദൈവമേ, തിരുസന്നിധിയിൽ കഴിയുന്ന ഒരു നിമിഷം വേറെ 1000 നിമിഷത്തേക്കാൾ ഉത്തമമെന്ന് നിന്റെ വചനം ഞങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രകാരം ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞതിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ, ജീവിതാനുഭവങ്ങളുടെ മുകളിൽ ഉയർത്തി കാണിക്കുവാൻ, അതിലൂടെ അനേകരിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെയും ധന്യമുള്ള ജീവിതങ്ങളാക്കി തീർക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കുമാറാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദേവാലയത്തിലെ വിശുദ്ധ ദിവസം വന്ന് ഒരു സാക്ഷ്യം പറയുവാൻ എനിക്ക് ലഭിച്ച വലിയ അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വളരെ നാളുകളായിട്ട് എൻ്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹമാണ്. ഈ പുതുവർഷം ദൈവം എനിക്ക് നൽകിയ ഒരു വാഗ്ദത്തം, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും, നിന്റെ അധരങ്ങളുടെ യാചന കൈക്കൊള്ളുകയും ചെയ്യും. ഞാൻ ഒരിക്കലും എനിക്ക് സാധ്യമല്ല എന്ന് വിചാരിച്ച അനേക ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ ദൈവം അതിലൂടെ എന്നെ സഹായിച്ചു. ഇന്ന് എനിക്ക് അപ്രകാരം ഒരു സമയം ഇവിടെ നൽകിയ വലിയവനായ ദൈവത്തോടും പ്രിയപ്പെട്ട ജേക്കബ് അച്ഛനോടും ചർച്ചിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടും കടന്നു വന്ന വിശ്വാസ സമൂഹത്തോടും കുഞ്ഞുങ്ങളോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. എന്റെ ജീവിതത്തിലെ വലിയ ഭയങ്ങളിൽ ഒന്നായിരുന്നു സ്റ്റേജ് ഫൈറ്റ്, ഒരു സ്റ്റേജിൽ നിൽക്കുക. എന്നാൽ എന്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം അതിനുവേണ്ടി എന്നെ ശക്തീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എന്റെ വിവാഹം നടന്നത് ഈ ചർച്ചിലായിരുന്നു. എന്റെ 2 കുഞ്ഞുങ്ങളുടെ മാമോദീസാകൾ നടന്നു. എന്റെ പിതാവിന്റെ ശവസംസ്കാരവും എന്റെ മാതാവിന്റെ ശവസംസ്കാരവും ഈ ദേവാലയത്തിലാണ് നടന്നത്. ഞാൻ ദൈവത്തെ കണ്ടത് എന്റെ മാതാവിലൂടെയാണ്. എന്നാൽ ഇന്നിവിടെ നിൽക്കുവാൻ എനിക്ക് ഒരു പ്രചോദനമായി എന്റെ ജീവിതത്തെ ഏറ്റവും അധികം ധൈര്യപ്പെടുത്തുന്നത് എന്റെ മാതാവിന്റെ സഹോദരൻ MP ജോർജ് അച്ഛനായിരുന്ന ഒസ്താത്യോസ് തിരുമേനിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എനിക്കിവരോട് പറഞ്ഞു, എടാ, ഞാൻ ലോകത്തിലെ 2 രാജ്യങ്ങൾ വിളിച്ച് സകല രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയും, അതിനെ പിന്തുടരുവാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ഞാൻ ഓർക്കുന്നു. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് അമേരിക്കയിലെ ടെക്സസ് മെഡിക്കൽ സെന്ററിൽ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വലിയ 2 അപകടത്തിലൂടെ ഞാൻ കടന്നുപോയി. ഒരു ദിവസം ഞാൻ രാവിലെ ജോലിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഫ്രീവേയിലൂടെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ 80 മൈൽസിന് മേളിൽ ആണ് ഡ്രൈവ് ചെയ്യുന്നത്. രാവിലെ 6:15 എനിക്ക് ജോലിക്ക് ചെല്ലണം. അവിടുത്തെ ജോലിയുടെ അറ്റൻഡൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വർഷത്തിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ 7 മിനിറ്റിൽ കൂടുതൽ ലേറ്റ് ആയാൽ അവര് നമുക്കൊരു വെർബൽ വാർണിംഗ് തരും. ഈ ഓൾറെഡി പാസ് ദ ലിമിറ്റ്, ടാർഡിനെസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരിക്കൽ കൂടി ലേറ്റ് ആയാൽ ഒരു റിട്ടേൺ വാർണിംഗ് തരും. അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരിക്കൽ കൂടി ലേറ്റ് ആയാൽ നമ്മളെ പ്രൊഫഷണലാകും. ആ 3 മാസത്തിനുള്ളിൽ 1 പ്രാവശ്യം ലേറ്റ് ആയാൽ അവർ നമ്മളെ ജോലിയിൽ നിന്ന് പറഞ്ഞു. അമേരിക്കയിലെ തൊഴിൽ സമ്പ്രദായത്തിൽ അവിടുത്തെ ബിസിനസ് ഓർഗനൈസേഷന്റെ ആദ്യത്തെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു കാരണവും കൂടാതെ ഏതൊരു എംപ്ലോയിയെയും ഏത് സമയവും പിരിച്ചുവിടാൻ സാധിക്കും. ഇത് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ച് സത്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്.
ഒന്നും പറയുവാൻ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അത് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊക്കെ ഈ രാജ്യത്തും നടന്നെങ്കിൽ എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ഈ 85 മൈൽസ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ 7 ലൈൻസ് ഉണ്ട് ആ ഫ്രീവേയുടെ ഒരു സൈഡിൽ. ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് ഒരു കാറ് രാവിലെ മഴ പെയ്ത വെള്ളത്തിക്കുന്ന സ്കിഡ് ചെയ്തു. അത് റോൾ ഓവർ ചെയ്ത് ഇങ്ങനെ സൈഡിലേക്ക് വന്നു. ഞാൻ അത് കണ്ടു. ഞാൻ വിചാരിച്ചു ആ വണ്ടി ഇപ്പുറം വരുന്നതിനിപ്പുറം ഞാൻ കടന്നുപോയി. എന്നാൽ ആ വണ്ടി വന്ന് എൻ്റെ വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചു. അതിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്റ്റീറിംഗിൽ പിടിച്ചു. ദൈവമേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അല്പസമയം കഴിഞ്ഞ് എനിക്ക് ബോധം വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടി 6 ലൈൻസ് പാസ് ചെയ്ത് ഫ്രീവേയുടെ നടുക്കാട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് രാവിലെ പോകുന്നത്. 80 മൈൽസിന് മേളിലാണ് എല്ലാ വണ്ടികളും പോകുന്നത്. ഞാൻ അവിടെ കിടന്നിട്ട് സീറ്റ് ബെൽറ്റ് ഒന്ന് ഊരുവാൻ ശ്രമിച്ചു. ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയോ സീറ്റ് ബെൽറ്റ് ഞാൻ എടുത്തു. ഞാൻ ഡോർ തുറന്ന് വെളിയിലേക്ക് നോക്കി. കാരണം ഈ വരുന്ന വണ്ടികൾ വളരെ സ്പീഡിലാണ് വരുന്നത്. എന്നാൽ ദൈവം അതിൽ പുറകെ വന്ന ഒരു വലിയ ട്രക്ക് എന്റെ വണ്ടിക്ക് പുറകിലായിട്ട് നിർത്തി. ഞാൻ ആ വാഹനത്തിൽ നിന്നിറങ്ങി വെളിയിലെ സൈഡിൽ ഒരു ഷോൾഡർ ഉണ്ട്. അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ അന്ന് രാവിലെ വായിച്ച ഒരു വാക്യം ഞാൻ ഓർത്തു. അന്ന് രാവിലെ ദൈവം എന്നോട് പറഞ്ഞത്, നീ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും പുരുഷാരത്തിന്റെ നടുവിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അത് ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു. ഈ ആക്സിഡന്റ് ദൈവം എനിക്ക് മുമ്പായി കണ്ടിരുന്നു. എൻ്റെ ദൂതങ്ങളെ ഗണങ്ങളെ അയച്ച് എന്നെ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ മുമ്പിൽ ഡ്രൈവ് ചെയ്തു പോയ ഒരു വ്യക്തി വാഹനം നിർത്തി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യു ആർ വെരി ലക്കി, നിന്റെ വണ്ടി 7 times റോൾ ഓവർ ചെയ്തു. ഞാൻ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് മൈ ലക്ക്, ദിസ് ഈസ് ദ ഗ്രേസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഗോഡ് വിച്ച് ഐ ട്രസ്റ്റ്. ദൈവത്തിന്റെ കൃപ എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. അതിനുശേഷം ഈ ഒക്ടോബർ മാസം 22-ാം തീയതി നിങ്ങളൊക്കെ പേപ്പറിൽ വായിച്ചു കാണും, ഹ്യൂസ്റ്റണിലെ ഒരു ഹോസ്പിറ്റലിൽ നടന്ന ഷൂട്ടിംഗ്. 20 വർഷമായി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടെയുള്ള വേറൊരു 2 മലയാളികളാണ് സഹോദരിയെ കണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെത്താൻ വെടിവെച്ച് മരിച്ചു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് തീർത്തും അറിയില്ല. അന്നേരം 15 എംപ്ലോയീസ് ഞങ്ങളുടെ ഫാർമസിയിൽ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങളൊക്കെ കെട്ടിയ സ്ഥലങ്ങളിൽ ഷെൽഫിന്റെയൊക്കെ പുറകിൽ മറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാണ് സംഭവിച്ചത്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങൾക്കത് കാണുവാനുള്ള ധൈര്യമില്ല. എല്ലാവരും പുറത്തേക്ക് ഓടി. ഞാനും വേറെ 2 പേരും അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ സഹോദരി ബ്രേക്ക് ചെയ്തു. ഞാൻ ആ സഹോദരി അടുത്ത് നിന്ന് അവരുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞു, റീന, ദൈവം നിന്നെ രക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ വിളിച്ചു. പക്ഷേ അടുത്ത അരമണിക്കൂറിൽ റീനയും മരിച്ചു. ആ സഹോദരന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോയി ഒരു കണ്ടോളൻസ് മെസ്സേജ് പറയണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളാരും സ്വർഗ പരദീസയിലേക്ക് കടക്കുകയില്ല എന്നുള്ളതായി. അപ്പോഴന്ന് ദിവസം ഞാൻ
നിങ്ങളെ കേട്ടിട്ടുണ്ടായിരിക്കും ജോയൽ ഓസ്റ്റിന്റെ ചർച്ച്. അവിടെ ഒത്തിരി പാസ്റ്റർമാരുണ്ട്. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ഒരു പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, ഞങ്ങളുടെ ചർച്ചകളിൽ എങ്ങനെയുള്ളവർക്ക് ശരിയായ സംസ്കാരമൊന്നും നൽകത്തില്ല. ഇവിടെ പോയാൽ ഒരു വാക്ക് എനിക്ക് എന്ത് പറയുവാൻ സാധിക്കും? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജേസൺ, ഫൈനൽ ജഡ്ജ്മെന്റ് ഈസ് ഫ്രം ഗോഡ് ഓൾമൈറ്റി. അതും ഒരു പാപമാണോ? നമ്മൾ പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫൈനൽ ജഡ്ജ്മെന്റ് ദൈവത്തിനെയാണ്, നമുക്ക് വിധിക്കുവാൻ അധികാരമില്ല. ജേസൺ ധൈര്യമായിട്ട് പോയി പറഞ്ഞോളൂ. ഞാൻ അവിടെ ചെന്ന് ആ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു ചെറിയ മെസ്സേജ്. അത് പലരും പിന്നീട് എൻ്റെ ഹോസ്പിറ്റലിൽ 5,000 മേലിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. 5-ൽ താഴെ ആൾക്കാരെ മാത്രമേ ഞാനൊന്ന് അവിടെ കണ്ടു. അത് പറയുവാൻ ദൈവത്തിനെ ശക്തീകരിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രസംഗവും പ്രാർത്ഥനയും മാത്രമല്ല, അതിനോടുകൂടി പ്രവൃത്തിയും ചേർന്നതാണ്. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത് അതാണ്. ഗോതമ്പ് പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതിൽ നിന്ന് ഒരു തൈ പുറപ്പെടുകയില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായിരിക്കുന്നു, പരിജ്ഞാനത്തിന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ആ പുതിയ മനുഷ്യനെ ധരിച്ചവരായി നാം ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനല്ലേ അവന്റെ രാജ്യത്തിൽ കടക്കുന്നതെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന ഒരു വാക്യം എന്നെ വളരെ ആകർഷിക്കുന്നതാണ്. എനിക്ക് പ്രസാദകരമായ ഉപവാസം, അനാഥനെയും വിധവയെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും വിശപ്പുള്ളവന്റെ വിശപ്പ് തീർക്കുന്നതും ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സംഭവം എന്നെ വളരെയധികം നിരാശപ്പെടുത്തി എന്ന് പറയാം. കേരളത്തിലെ ഒരു മതസ്ഥാപനത്തിന്റെ മേലധികാരി, അദ്ദേഹം 2.5 കോടി രൂപയുടെ ബെൻസ് കാറിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഇന്ന് ലോകത്തെ നയിക്കുന്ന പോപ്പ് ഫ്രാൻസിസിന് ഒരു ലക്ഷറി കാർ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൽ സഞ്ചരിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ ഒരു ഫോർഡിന്റെ ഫോക്കസ് കാറിൽ സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അതിലാണ് സഞ്ചരിക്കുന്നത്. അത് അനേക ജീവിതങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, ജീവിത അനുഭവത്തിന് മുമ്പിൽ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ തേജസ്സിനും കൃപയുടെയും ഉള്ളിൽ നാം കാണുമോ? ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് അടുത്ത ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം സ്വർഗരാജ്യത്തിൽ കടക്കുമോ എന്ന് നമുക്ക് അറിയില്ല. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യം, ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? നടന്ന ഒരു സംഭവം ഞാൻ പ്രയാസിക്കാൻ 1 മിനിറ്റ് എടുക്കുകയുള്ളൂ. 1984 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ അന്നത്തെ ഓട്ടത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായിരുന്ന ഷൈനി വിൽസൺ 800 മീറ്റേഴ്സ് റണ്ണിംഗ് റേസിൽ 1ാമതായിട്ട് ഫിനിഷ് ചെയ്തു. ആ ഓട്ടമത്സരം കഴിഞ്ഞപ്പോൾ ഓട്ടമത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തി 1ാമതോടെ എത്തിയ ഷൈനിക്ക് സ്വർണമില്ല. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുനിന്ന ഒരു മനുഷ്യർക്ക് മനസ്സിലായില്ല. ആ ടിവിയിലൂടെ കണ്ടുപോയിരുന്ന മില്യൺസ് ഓഫ് ആൾക്കാർക്ക് മനസ്സിലായില്ല. എന്നാൽ ആ ജുഡീഷ്യറിയുടെ ക്യാമറ റീവൈൻഡ് ചെയ്ത് കാണിച്ചു. ഷൈനി ഓട്ടത്തിന്റെ ഇടയ്ക്ക് ട്രാക്ക് മാറി, പക്ഷെങ്കിൽ ഓടി 1ാമതായിട്ട് ഫിനിഷ് ചെയ്തു. 1ാം സമ്മാനം
രണ്ടാമത് ഓടിയെത്തിയ ജപ്പാൻകാരേക്ക് കൊടുക്കുവാൻ ആ ഏഷ്യാഡ് ജുഡീഷ്യറി തീരുമാനിച്ചു. ഷൈനി ഡൽഹിയിലെ മണ്ണിൽ മുഖം കുത്തി കമിഴ്ന്ന് വീണു. ഷൈനിയെ ആശ്വസിപ്പിക്കുവാൻ യാതൊരു വ്യക്തിക്കും ധൈര്യമുണ്ടായില്ല. എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും? കഴിഞ്ഞ അനേക വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഏഷ്യാഡിൽ നിന്ന് ഓടുവാൻ ലഭിക്കുന്ന അവസരം. ഓടി ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷെങ്കിൽ ഒന്നാം സമ്മാനമായ സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു. ഷൈനിയുടെ ദുഃഖം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് അറിയാം. എന്നാൽ ആ രണ്ടാമത് ഒടിയെത്തിയ ജപ്പാൻകാരിക്ക് ആ സ്വർണ്ണ മെഡൽ കൊടുക്കുവാൻ ആ ജുഡീഷ്യറി തീരുമാനിച്ചു. എന്നാൽ ആ വ്യക്തിയുടെ സന്തോഷം എത്ര വലുതായിരിക്കും എന്നും നാം ചിന്തിക്കണം. അവൾ രണ്ടാമതാണ് ഓടിയെത്തിയത്. ഒന്നാം സമ്മാനമായ സ്വർണ്ണ മെഡൽ ലഭിക്കുമെന്ന് അവൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ അവൾ ശരിയായ ട്രാക്കിലൂടെ ഓടിയത് കാരണം അവൾക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുവാൻ ആ അധികാരി സ്ഥാപനങ്ങൾ തീരുമാനിച്ചു. ഇത് തന്നെയാണ് സ്വർഗപ്രതിഷ്ഠയിൽ നാം നിൽക്കുമ്പോൾ നമുക്കും ഉണ്ടാകുന്ന അനുഭവം. വെളിപാട് പുസ്തകത്തില് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മനുഷ്യ ജീവൻ പ്രമാണിക്കേണ്ട ആയിരക്കണക്കിന് കൽപ്പനകൾ പറഞ്ഞതിന് ശേഷം അതിന്റെ ഒടുവിൽ പറയുന്ന ഒരു കാര്യം, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും, അവനെ ഞാൻ എന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവന് ഞാൻ വെള്ളക്കല്ല് വെച്ച മോതിരവും അതിന്മേൽ ആരും കേട്ടിട്ടില്ലാത്തതുമായ പുതിയ പേര് നൽകും. അതിലേറ്റവും മനോഹരമായത് വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. ജയിക്കുന്നവനെ ഞാൻ ജയിച്ച് എന്റെ പിതാവിനോടൊപ്പം അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ഇരിപ്പാൻ വരം നൽകും. ഇത് ഒരേ സമയം മനുഷ്യ ജീവിതത്തിലുള്ള വാഗ്ദാനവും വെല്ലുവിളിയുമാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ ഒരു മനുഷ്യന് അവസരം നൽകും എന്നാണ് അവിടെ പറയുന്നത്. അത് എങ്ങനെയാണ് നാം അതിനു വേണ്ടി ജയിക്കുന്നത്? അതിൽ യേശുക്രിസ്തു പറഞ്ഞ 2 വാക്കാണ് ഞാൻ അതിലെ ജയത്തിനായിട്ട് ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ജയിച്ച് എന്റെ പിതാവിനോട്. യേശുക്രിസ്തു എങ്ങനെയാണ് ലോകത്തെ ജയിച്ചത്? ഈ ഭൂമിയിൽ അദ്ദേഹം സഞ്ചരിച്ചപ്പോൾ തന്നെ സമീപിച്ച ഒരു വ്യക്തിയോടും അവരുടെ പ്രൈമറി നീഡ് കണക്കിടാതെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. ആ ഏത് മനുഷ്യന്റെ ഏത് ആവശ്യമായാലും അദ്ദേഹം അത് സാധിച്ചു കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യവും സന്തോഷപ്രദവുമാക്കിയതിനു ശേഷം മാത്രമാണ് അവരുടെ സുവിശേഷം പ്രസംഗിച്ചത്. ഇന്ന് ഞാൻ ബൈബിളിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവരെന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന്. ഇന്ന് ആരും ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നുവെന്നുമില്ല. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഹൃദയവാതിൽ ഇടിച്ചു തുറന്ന് അകത്ത് കടന്ന് സുവിശേഷം പ്രസംഗിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അതല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തന്ന വലിയ സത്യമാണ്. ആ സത്യത്തെ നാം ഫോളോ ചെയ്താൽ നമ്മളും സ്വർഗപ്രദേശയിൽ പ്രവേശിക്കും. റാന്നി നസ്രത്ത് ചർച്ചിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കിയ അഡ്രസ് സൗകര്യം ഞാൻ കണ്ടു. സഹോദര സ്നേഹത്തെ ഉദ്ധരിച്ച് കാണിക്കുന്ന അതിനായിട്ട് ഞാൻ നിങ്ങളുടെ മനോഭാവത്തെ അഭിനന്ദിക്കുന്നു. ഇനിയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ ജപ്പാൻകാരിക്കുണ്ടായ അനുഭവം
സ്വർഗരാജ്യത്തിൽ നമ്മുടെ ജീവിതത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവവചനത്തെ പ്രമാണിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും ദൈവത്തോടും എനിക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവനാമം